എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ 12-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സർക്കാരിന്റെ ഓണസഹായ പ്രഖ്യാപനങ്ങൾ തുടരുകയാണ്. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് 1000 രൂപയുടെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സംസ്ഥാനത്തെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 55,506 പട്ടികവർഗക്കാർക്കാണ് 1000 രൂപ വീതം മുഖ്യമന്ത്രി ഓണസമ്മാനമായി നൽകുന്നത്. ഇതിനായി 5,55,06,000 രൂപ അനുവദിച്ചു. ഇതിനു വേണ്ട തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് അനുവദിക്കുന്നത്. സപ്ലൈകോയുടെ ഓണം ഫെയറുകൾക്ക് പുറമെ ഈ ഓണക്കാലത്ത് കൃഷി വകുപ്പിൻ്റെ ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഇന്ന് 11-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ് വലിയ വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് നാടൻ ജൈവ പഴ പച്ചക്കറികൾ വാങ്ങാൻ കഴിയുക. കാർഷിക വികസന ക്ഷേമ വകുപ്പിൻ്റെ 1076 വിപണികളും ഹോർട്ടികോർപ്പിൻ്റെ 768 വിപണികളും VFPCKയുടെ 160 വിപണികളും അങ്ങനെ 2000 കർഷക ചന്തകളാണ് സംസ്ഥാനത്തുടനീളം സജ്ജീകരിച്ചിരിക്കുന്നത്. കർഷകരിൽ നിന്നും 10 മുതൽ 20% വരെ അധിക വില കൊടുത്ത് വാങ്ങുകയും ജനങ്ങൾക്ക് 30% വില കുറച്ചുമാണ് വിൽപ്പന നടത്തുന്നത്. സപ്ലൈകോ ഓണം ഫെയറുകളിൽ സബ്സിഡി സാധനങ്ങളും മറ്റിനങ്ങളും ഇപ്പോൾ സജീവമാണ് വിതരണം എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. എല്ലാ റേഷൻ കാർഡുള്ളവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. റേഷൻ കടയിലേക്ക് വരികയാണ് എങ്കിൽ റേഷൻ കടയിലൂടെയുള്ള ഓണക്കിറ്റ് വിതരണം തുടരുകയാണ്. നീല വെള്ള റേഷൻ കാർഡിനുള്ള സ്പെഷ്യൽ അരിയും തുടരുകയാണ്. ഓണത്തിന് മുമ്പ് തന്നെ പരമാവധി ആളുകൾ റേഷൻ കൈപ്പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം 18 മുതൽ റേഷൻ മസ്റ്ററിംഗ് തുടങ്ങുകയാണ്. അത് സമയത്ത് റേഷൻ വാങ്ങാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. കഴിഞ്ഞ വർഷം 100 പ്രവൃത്തി ദിവസങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ള 5,69,000 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1000 രൂപ വീതം നൽകുന്നതിന് വേണ്ടി 56.91 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കൈത്തറി യൂണിഫോമുകൾ നിർമ്മിക്കുന്ന ആളുകൾക്ക് ഓണസഹായം നൽകുന്നതിന് വേണ്ടി 30 കോടി രൂപയും സർക്കാർ അനുവദിച്ചു. അംഗനവാടി സേവന പദ്ധതികൾക്കായി 87.13 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. പൂട്ടിക്കിടക്കുന്ന സ്വകാര്യ കെയർ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് 2000 രൂപ വീതം നൽകുന്നതിന് വേണ്ടി 19 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ലോട്ടറി ഏജന്റുമാർക്ക് 7000 രൂപയുടെ ഉത്സവ ഭത്ത നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തുകയും അനുവദിച്ചു. പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണസമ്മാനം സർക്കാരിൻ്റേത് നൽകുന്നതിന് വേണ്ടി 45 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. അതുപോലെ ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാർക്ക് പ്രതിഫലം നൽകുന്നതിന് വേണ്ടി 19.81 കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി പറഞ്ഞു. നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ഓണപ്പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. 1.5 വർഷത്തോളം കുടിശ്ശികയുള്ള പെൻഷനിൽ 1 മാസത്തേതാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. 2 മാസത്തേത് ഉണ്ടാകും എന്നാണ് നേരത്തെ അറിയിപ്പ് വന്നിരുന്നത്. എത്രയാണ് തുക നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നു മുതൽ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. 6 മണിക്ക് ശേഷം നമ്മൾ തുക എത്തും എന്നും പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തതിൽ പല മോശപ്പെട്ട കമൻറ്റും കാണാനിടയായി. അതുകൊണ്ടാണ് ഉത്തരവ് പ്രകാരം ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നത്. തുക വിതരണം സർക്കാരിൻ്റെ കാര്യങ്ങൾ പല സമയത്തും താമസിക്കാറുണ്ട്. എങ്കിലും വരും മണിക്കൂറുകളിൽ തന്നെ തുക എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ധനവകുപ്പ് ഓണം പ്രമാണിച്ച് 2024 സെപ്റ്റംബർ മാസത്തിൽ 1 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും 1 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയും അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു. ധനകാര്യ SFCB വകുപ്പ് ഉത്തരവ് ഇന്നലെ 10-ാം തീയതി ഇറങ്ങിയതാണ്. ഉത്തരവിൽ പറയുന്ന പ്രകാരം 2024 സെപ്റ്റംബർ മാസത്തിൽ 49,28,381 ഗുണഭോക്താക്കൾക്ക് 1 മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 724,94,500 രൂപയും 49,31,930 ഗുണഭോക്താക്കൾക്ക് 1 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക നൽകുന്നതിന് വേണ്ടി 724,55,64,900 രൂപയും ചേർത്ത് ആകെ 1,448,56,59,400 രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി NSAP പരിധിയിൽ വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവർക്ക് അതായത് 8,46,000
456 പേർക്ക് സെപ്റ്റംബർ മാസത്തെ NSAP വിഹിതവും 1 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയുടെ NSAP വിഹിതവും നൽകുന്നതിന് വേണ്ടി 24,30,89,800 രൂപയും അനുവദിച്ചുകൊണ്ട് ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് 300, 200 കുറവുള്ള ആളുകൾക്ക് ആ ഒരു തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുകയാണ്. പക്ഷേ അത് NSAP വഴി തന്നെയാണ് വിതരണം ചെയ്യുക. സംസ്ഥാന സർക്കാരിന് വിതരണം ചെയ്യാനുള്ള അധികാരമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് 1300, 1400 എന്നിങ്ങനെയാണ് ലഭിക്കുക. അതായത് 2 മാസത്തേത് വരുമ്പോൾ 2800, 2400 എന്നിങ്ങനെയൊക്കെയാണ് ലഭിക്കുക. ആ ഒരു തുകയും പിന്നീട് എത്തിച്ചേരുന്നതാണ്. പെൻഷൻ വിതരണ ഉത്തരവ് പ്രകാരം 11/9/2024 അതായത് ഇന്ന് മുതൽ വിതരണം ആരംഭിക്കേണ്ടതും 25/9/2024 വിതരണം പൂർത്തിയാക്കേണ്ടതുമാണ്. 30-ാം തീയതിക്കുള്ളിൽ വിതരണം ചെയ്ത് പൂർത്തിയാക്കാത്ത തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ പേരിൽ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കുകയും വേണം. മറ്റൊരു ഉത്തരവ്, സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതായത് 6,19,936 ഗുണഭോക്താക്കൾക്ക് 2024 സെപ്റ്റംബർ മാസത്തെ 1 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് 97,62,25,300 രൂപയും 1 മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് 97,94,91,100 രൂപയും അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് ഉത്തരവിൻ്റെ പകർപ്പ്. സർക്കാരിൽ നിന്ന് ഔദ്യോഗികമായി ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഉത്തരവ് പൂർണ്ണമായും വായിച്ചിട്ടില്ല, അതിൻ്റെ ഉള്ളടക്കമാണ് വായിച്ചിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് തുക എത്തും എന്ന് തന്നെയാണ് ഉത്തരവിൽ ഉള്ളത്. കഴിഞ്ഞ തവണ എത്തും എന്ന് പറഞ്ഞ ദിവസത്തിൽ തന്നെ ആ ഒരു തുക എത്തിച്ചേർന്നതാണ്. അപ്പോൾ ഇന്ന് 6 മണിക്ക് ശേഷം വിതരണം അക്കൗണ്ടിലേക്ക് തുക എത്തും എന്നാണ് ഔദ്യോഗികമായി ലഭിച്ചിട്ടുള്ള വിവരം. ഇതുവരെ ആർക്കും ലഭിച്ചതായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും തുക ലഭിച്ചാൽ അത് കമൻ്റായിട്ട് അറിയിക്കുക. ഇന്ന് എത്തിയിട്ടില്ലെങ്കിൽ നാളെ എന്തായാലും ആ ഒരു തുക എത്തിച്ചേരുന്നതാണ്. നാളെ എന്ന് പറയുമ്പോൾ വൈകുന്നേരം ആകില്ല, പകൽ തന്നെ ആ ഒരു തുക കിട്ടുന്നതായിരിക്കും. സംസ്ഥാനത്ത് വീണ്ടും വ്യാപക മഴ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴ ഉണ്ടായേക്കും എന്നുള്ള അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത്. അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ ചെറുകിട സംരംഭകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കാൻ വ്യവസായ വകുപ്പ് നടപ്പിലാക്കുന്ന ധനസഹായ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഉൽപാദന, സേവന സംരംഭങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാം. ഇൻഷുറൻസിന് വേണ്ടി വർഷം തോറും അടയ്ക്കുന്ന സംഖ്യയുടെ ശതമാനം പരമാവധി 5,000 രൂപ തിരികെ ലഭിക്കും. പ്രകൃതിക്ഷോഭം, തീപിടുത്തം, മറ്റു അപകടങ്ങൾ എന്നിവയ്ക്ക് MSME സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭകർ യൂണിറ്റുകൾ എടുക്കുന്ന എല്ലാ വിവിധ സുരക്ഷാ പോളിസികൾക്കും റീഫണ്ട് ലഭിക്കും. IRDAI അംഗീകരിച്ച സർക്കാർ ഇൻഷുറൻസ് കമ്പനികൾ, സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും എടുക്കുന്ന എല്ലാ പോളിസികൾക്കും പദ്ധതിയിലെ പരിഗണന ലഭിക്കും. ഉദ്യം രജിസ്ട്രേഷൻ, പോളിസി സർട്ടിഫിക്കറ്റ്, തുക ഒടുക്കിയ രേഖകൾ എന്നിവ സഹിതം അതാത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയിലുള്ള വ്യവസായ വകുപ്പിന്റെ പ്രതിനിധികൾ മുഖേനയോ, ബ്ലോക്ക് അല്ലെങ്കിൽ നഗരസഭ വ്യവസായ വികസന ഓഫീസർമാർ മുഖേനയോ, താലൂക്ക് വ്യവസായ ഓഫീസ് മുഖേനയോ, MSME insurance.industry.kerala.gov.in എന്ന പോർട്ടൽ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മറ്റൊരു അറിയിപ്പ്, സർക്കാർ 100 ദിന കർമ്മ പരിപാടികളിൽ ഉൾപ്പെടുത്തി ലീഗൽ മെട്രോളജി വകുപ്പ് ജാഗ്രത, ക്ഷമത പദ്ധതികൾ ആരംഭിച്ചു. സംസ്ഥാനത്തെ 15,000 വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധിച്ച് നിയമലംഘനങ്ങൾ കണ്ടെത്തി പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളും പ്രോസിക്യൂഷൻ നടപടികളും സ്വീകരിക്കുന്ന പദ്ധതിയാണ് ജാഗ്രത. കൂടാതെ സംസ്ഥാനത്തെ 1000 പെട്രോൾ പമ്പുകൾ പരിശോധന നടത്തി അളവിൽ വ്യത്യാസമോ കൃത്യമോ ഉണ്ടെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്ന പദ്ധതിയുമാണ് ക്ഷമത. പദ്ധതി അടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയാണ്. എല്ലാ കടകളിലും പരിശോധനയ്ക്ക് എത്തുന്നതായിരിക്കും. സംസ്ഥാനത്ത് ഓണം ഫെയറുകൾ സജീവമായി തുടങ്ങി. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇന്ന് ഓണം ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. വരും ദിവസങ്ങളിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും താലൂക്ക് അടിസ്ഥാനത്തിലും ഫെയറുകൾ ആരംഭിക്കും. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ശബരി സാധനങ്ങളും എത്തിക്കുന്നതാണ്. സപ്ലൈകോ ഉൽപ്പന്നങ്ങളായിട്ടുള്ള അരി, പഞ്ചസാര, തൂരപ്പരിപ്പ് എന്നിവയ്ക്ക് വില കൂട്ടി കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങിയിരുന്നു.
പക്ഷിപ്പനി വ്യാപനം തടയാൻ 4 ജില്ലകളിൽ 4 മാസം വളർത്തു പക്ഷികളുടെ കടത്തലിനും വിരിക്കലിനും നിരോധനം ഏർപ്പെടുത്തി. ഏപ്രിൽ മുതൽ പക്ഷിപ്പനി ആവർത്തിപ്പിച്ച ആലപ്പുഴ ജില്ലയിൽ പൂർണ്ണമായും, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലയിൽ രോഗബാധയുള്ള മേഖലകളിലും ഡിസംബർ 31 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിൽ പക്ഷികളെ, അതായത് കോഴി, കാട, താറാവ് എന്നിവയെ കടത്തുന്നതിനും കൊണ്ടുപോകുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയാണ്. സംസ്ഥാനത്തെ 38 പ്രഭവ കേന്ദ്രങ്ങളായ ആലപ്പുഴ ജില്ല പൂർണ്ണമായും, കോട്ടയം ജില്ലയിൽ വൈക്കം, ചങ്ങനാശ്ശേരി, കോട്ടയം താലൂക്കുകളും, പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്ക്, പള്ളിക്കൽ, തുമ്പമൺ പഞ്ചായത്തുകൾ, പന്തളം, അടൂർ നഗരസഭ, ആറന്മുള, കോഴഞ്ചേരി, കുളനട, മല്ലശ്ശേരി, മെഴുവേലി, കല്ലുപാറ, കുന്നന്താനം, മല്ലപ്പള്ളി, പുറമറ്റം എന്നീ പഞ്ചായത്തുകളും, എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ, ഉദയപേരൂർ, എടക്കാട്ടുവയൽ, ചെല്ലാനം എന്നീ പഞ്ചായത്തുകളിലുമാണ് നിരോധനം ബാധകമായ സ്ഥലങ്ങൾ. ഇന്ന് സ്വർണ്ണവില കൂടി. 400 രൂപ പവന് വർദ്ധിച്ച് 53,760 രൂപയും ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 6,720 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരെ ബൈ.